മിനിസ്റ്റർ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയോട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുമോ? ഇല്ല, ഈ കപ്പൽ മുങ്ങുകയില്ല. നവകേരളത്തിൻ്റെ തീരത്ത് ഈ കപ്പൽ നങ്കൂരമിടും. കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട്. മലയാളം പ്രഥമ നിർബന്ധിത ഭാഷയാക്കാൻ പ്രഥമ സംസ്ഥാന സർക്കാർ നിയമം നിർബന്ധിത. കൊണ്ടുവരണമെന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്നെ കുറിച്ചുള്ള പറയാ എന്താ, ഭയങ്കര ധിക്കാരിയാണ്, ഭയങ്കര ധാർഷ്ട്രിയാണ്, ചിരിക്കത്തില്ല. കുറച്ചില്ലേ? കുറച്ചില്ലേ? ഉണ്ടോ തോന്നിയിട്ട്? കരയുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. ഒരിക്കലുമില്ല. അവളുടെ വാക്കുകളാണ്. അതായത് എനിക്കിപ്പോൾ കടൽ കാണാം, മനുഷ്യരെ കാണാം, യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മൗനമായി പോവും, നമുക്ക് നിശബ്ദമായി പോവും. അച്ഛൻ പീഡിപ്പിച്ച കുട്ടികൾ ഒരു 5 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ഇൻബോക്സിൽ വന്ന് സംസാരിച്ചു. ഒരു വീടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണ് എങ്കിൽ അമ്മയോട് കുഞ്ഞ് പറയാൻ ധൈര്യപ്പെടുവോ? ശംഖു പറഞ്ഞപ്പോൾ ഉടനെ ബിർനാണി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചൊരു സാധനം ഉണ്ടല്ലോ. എവിടെ? കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ച് അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സദാ ബുക്ക് കൊണ്ട് നടക്കും, പക്ഷെ വായിക്കാൻ പറ്റാറില്ല. എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം, അത്യാവശ്യം റിസർച്ച് ഉണ്ട്. മിനിസ്റ്റർ അടുത്തല്ലേ വന്നിരിക്കണേ. The flavor of India, packed with love. Firas Spices. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. വീട്ടിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചത് തന്നെ ഭയങ്കര ഒഫീഷ്യലായി പോകണ്ടെന്ന് വിചാരിച്ചോണ്ടാണ്. നല്ല കാര്യം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ടെലിവിഷനിൽ അന്ന് മുതലേ സംസാരിച്ചിട്ട് ഭയങ്കര സ്പഷ്ടമായിട്ട് ഭാഷാ പ്രയോഗങ്ങൾ നടത്താതെ സംസാരിച്ചാൽ രസമായിരിക്കും. ചിലപ്പോൾ ക്യാമറ മറന്നാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാം. എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ വരുന്നപ്പോൾ സംസാരിക്കുന്നതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും മിനിസ്റ്റർക്ക് അത് ആവശ്യമാണ്. നമ്മൾ ഈ പണ്ട് ഈ ലൈവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ശീലമായിരിക്കും ചിലപ്പം. പക്ഷെ ഞാൻ അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും വളരെ സ്പഷ്ടമായിട്ടാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഞാൻ ചില വീഡിയോസ് കാണിച്ചു തരാം, പഴയ ഇന്ത്യ വിഷൻ്റെ. നമസ്കാരം, വോട്ട് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം പ്രഥമ നിർബന്ധിത ഭാഷയാക്കാൻ പ്രഥമ സംസ്ഥാന സർക്കാർ നിയമം നിർബന്ധിത. കൊണ്ടുവരണമെന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ന് ആവശ്യപ്പെട്ടു. കാരണമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ മോണോ ആക്ട് അവതരിപ്പിക്കുക. അതെ. അപ്പോൾ എൻ്റെ ഗുരു ഗോപി കൊട്ടൂരേത്താണ്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് അദ്ദേഹം മാർക്കിടാൻ വന്നു. മാർക്കിടാൻ വന്നതിന് ശേഷം പറഞ്ഞു, ഈ കുട്ടി 1ാം സ്ഥാനം കിട്ടിയോ, ആ കുട്ടി ഒന്ന് വരാൻ പറയുന്നു പറഞ്ഞു. ഇങ്ങനെ പോയാൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊന്നും പോകാൻ പറ്റില്ല, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകണം, അതുപോലെ നന്നായിട്ട് അത് പരിശീലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും. കാരണം ഒരു 5-6 കഥാപാത്രങ്ങൾ ഒരു മൈക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് 5 മിനിറ്റിനുള്ളിലാണല്ലോ. അപ്പോൾ അതിൽ ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അത് വളരെ വ്യക്തമാണെന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന്, അതായത് ഈ ഉച്ചാരണം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അധ്യാപകരുടെ ഗുരുക്കന്മാരുടെ ഗുണമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞതും അധ്യാപകൻ എന്ന് പറഞ്ഞതും ആ കറക്റ്റ് ഏതൊക്കെ ദായാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഞാൻ ആകാശവാണിയിൽ ചെല്ലുമ്പോൾ ഈ വിശേഷം എന്ന് പറയുന്നത് നാട്ടുവിശേഷം, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു വിളി വരും, എനിക്ക് ഡ്യൂട്ടി റൂമിലേക്ക് ഒരു വിളി വരും, ഇതുവരെ വിശേഷം ശരിയായില്ല എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇത്രയും വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ വളരെ സ്ഫുടമായിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ആരോഗ്യമന്ത്രിയാണ്, പക്ഷേ മന്ത്രിയുടെ ആരോഗ്യത്തിൽ അത്ര ശ്രദ്ധയില്ല എന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് ഒരു പരാതിയുണ്ട്. കാരണം ഹരീഷ് പറയുന്നത്, ഇങ്ങനെ ഓടി നടക്കുന്ന മന്ത്രി ശരിക്കും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് രജനീഷ് ചേട്ടാ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. ശരിക്കും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ? അല്ല, അതിലൊരു ശരിയുണ്ട്. കാരണം വ്യക്തിപരമായി നമ്മൾ ഈ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ 4 വർഷം പൂർത്തിയായി, അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള രോഗങ്ങളാണ്. കാരണം നമ്മൾ ഒന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ഒരു ദിവസം 24 മണിക്കൂർ, ഒരു വർഷം നമുക്ക് ഇത്ര മണിക്കൂർ, 5 വർഷം ഇത്ര മണിക്കൂറുകൾ മാത്രം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. മാത്രമല്ല ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ വളരെ സജീവമായൊരു വകുപ്പാണ്. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നിപ്പ പാലക്കാട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. മലപ്പുറത്ത് ഇപ്പോൾ അതൊന്ന് ഇനിയൊരു കേസ് ഉണ്ടാകില്ല എന്ന് ആശ്വസിക്കുന്നു. കോഴിക്കോടും ക്വാറന്റൈനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുണ്ട്, സ്റ്റേറ്റ് കൺട്രോൾ റൂമുണ്ട്, 3 ജില്ലകളിൽ കൺട്രോൾ റൂമുണ്ട്. അപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓട്ടം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഹരീഷ് ഇത് ഓടിക്കൊണ്ടിരിക്കും, മിനിസ്റ്റർ എന്തായാലും മിനിസ്റ്ററുടെ ആരോഗ്യം നോക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് ആശങ്കയുള്ളപ്പോഴൊക്കെ പോയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യും. മിനിസ്റ്റർ തന്നെ പറയുന്നത്
വർഷത്തിൽ ഒരു ചെക്കപ്പ് എങ്കിലും മിനിമം ചെയ്യണമെന്നാണ്. തീർച്ചയായിട്ടും 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും നമുക്ക് പ്രഷറുണ്ടോ ഷുഗറുണ്ടോ ഇനി നമ്മൾ ഭയക്കുന്നതാണല്ലോ ക്യാൻസർ. ഇപ്പോൾ നമ്മൾ ആരോഗ്യമാനന്ദം ഒരു ക്യാമ്പയിൻ തുടങ്ങി. നമ്മുടെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ടങ്ങിലൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അപ്പം അവഗണിച്ച് തന്നെ വിട്ടു. പക്ഷേ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ദേഹം പരിശോധന നടത്തി. അത് ഞങ്ങളെല്ലാം പരിശോധിച്ചാണല്ലോ ആദ്യം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണല്ലോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറാണ്. അപ്പോൾ വാർഷിക ആരോഗ്യ പരിശോധന ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞില്ലേ, ഈ ജീവിതശൈലിയാണ് നമ്മൾ രോഗങ്ങൾ നൽകുന്നത്. നമ്മളിപ്പോൾ ഈ ശൈലി വഴി സർവേ നടത്തി. എവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടിയാലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോയിട്ട് നമുക്ക് ശൈലി ആപ്പിലേക്ക് വരാം. ഈ ശംഖു പറഞ്ഞപ്പോൾ ഉടനെ ബിർനാണി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ച് അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ശംഖുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണല്ലോ വൈറലായത്. അതെ അതെ. അപ്പൊ ആ ഒരു തീരുമാനമൊക്കെ ശരിക്കും പോസിറ്റീവായിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കുട്ടികൾ പറയുന്നത് കേൾക്കാറില്ലായിരുന്നു, ചെവി കൊടുക്കാറില്ലായിരുന്നു. അപ്പം അതിനകത്ത് ബിരിയാണി കൊടുത്തോ ഇല്ല എന്നല്ല ഞാൻ ശ്രദ്ധിച്ചത്, അതൊരു മിനിസ്റ്റർ കേൾക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നുമ്പോൾ കുട്ടികൾ പലരും ഓപ്പണപ്പ് ആവാൻ തയ്യാറാവും. ഒരു മുതിർന്ന ആള് ഒരു മിനിസ്റ്റർ വന്നിട്ട് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായപ്പോൾ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഗുണപ്പെടും. ഞാൻ ആ ആംഗിളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അയ്യോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, ഇതൊക്കെ എല്ലാം ഓരോ കുടുംബം, ഓരോ അച്ഛനും അമ്മയും എല്ലാം പ്രാധാന്യം നൽകുന്നു. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ അവർക്ക് പറയാനുള്ളത് നമ്മൾ എത്രത്തോളം കേൾക്കുന്നുണ്ട്? അവർക്കൊരു സ്പേസ് വേണ്ടേ? നമ്മൾ ചൈൽഡ് റൈറ്റിനെ കുറിച്ച് പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അവകാശം സംരക്ഷിക്കണം. പക്ഷെ സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് പറയാനുള്ളൊരു വേദി വേണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരു വീടിനുള്ളിൽ സേഫ് അല്ല, പൊതു ഇടങ്ങളിലൊക്കെ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ബോധ്യം ഉണ്ടാകണം. എനിക്ക് പറയാനൊരിടമുണ്ട്, പറഞ്ഞാൽ കേൾക്കും, അതിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു ഇടം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണം. അത് ശംഖുവിൻ്റെ കാര്യം പറഞ്ഞാൽ, ശംഖുവിൻ്റെ അമ്മ അതെടുത്ത് പുറം ലോകത്തിന് കാണിച്ചു തന്നപ്പോൾ വാസ്തവത്തിൽ ആരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇങ്ങനൊരു കാര്യമുണ്ട്. എത്ര കൗതുകകരമായിട്ട് ആണ് ശംഖു അത് പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു വാസ്തവം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഉപ്പുമാവ് കഴിച്ചു മടുത്തു. അതെ അതെ, പണ്ട് മുതലുള്ള സാധനമാണ്. നമ്മൾ ഈ നമ്മളൊരു ആഴ്ചയിലൊരു 5 ദിവസം രാവിലെ ഉപ്പുമാവാണെങ്കിൽ എങ്ങനെയിരിക്കും? എന്നാൽ ചില പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കൂടി ഒക്കെ ഫണ്ട് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡയറക്ടർ ഹരിതയാണ്, ഹരിത വി കുമാർ IAS. നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അതെ അതെ അതെ. അപ്പോൾ ഹരിതയോട് ഞാനിത് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇതൊന്ന് ആലോചിച്ചുകൂടാ? കുഞ്ഞുങ്ങൾക്ക് ഇത്ര പോഷകങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു കണക്കേ ഉള്ളൂ. അതാണ് നമ്മുടെ അങ്കണവാടി പ്രവർത്തകർ ഇത്ര കാലറി വേണം, ഇത്ര പ്രോട്ടീൻ വേണം എന്നൊക്കെയുള്ള അക്കങ്ങളിലുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിതൊക്കെ ഈ അക്കങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് ഇത് മെനു ആയിട്ട് അവർക്ക് കൊടുക്കുക. ഈ മെനു അവർക്ക് നടത്താൻ കഴിയുന്ന നിലയിൽ ചെയ്യട്ടെ. മുട്ടയും പാലും നമ്മൾ ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ 2 വർഷമായി മുട്ടയും പാലും. അപ്പോൾ ശംഖുവിൻ്റെ ബിർനാണിയും കൂടെ ബിർനാണി ഉൾപ്പെടുത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിമാരുടെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ബെസ്റ്റ് പ്രാക്ടീസസ് അവതരിപ്പിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബിർനാണിയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞൂസ് കാർഡ് നമ്മൾ ഇറക്കി. കുഞ്ഞൂസ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് മൊത്തം ഡീറ്റെയിൽസ് അതിലുണ്ടാവും. കുഞ്ഞിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ ആദ്യമായിട്ട് സ്കൂളിൽ എത്തുന്നതിന് മുൻപുള്ള സ്പേസ് ആണല്ലോ. അപ്പോൾ കേൾവിശക്തി, കാഴ്ചശക്തി, അതൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മളതൊക്കെ അളക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കുഞ്ഞ് വളരുന്ന മുറയ്ക്കുള്ള ഇത്തരത്തിലുള്ളതൊക്കെ രേഖപ്പെടുത്തി കുഞ്ഞൂസ് കാർഡ് അതും നമ്മളവിടെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് അവതരിപ്പിച്ചു. ഒരു ബിർനാണി എന്ന് പറയുന്ന വാചകം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഭയങ്കര രസമുള്ളതാണ്. ശരിക്കും പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്ററുടെ വീടിൻ്റെ പുറത്ത് ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിനിസ്റ്റർ നിർത്തി സംസാരിച്ച് തുടങ്ങി നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുറത്ത് നല്ല മഴയാട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഞാൻ ഫേസ്ബുക്ക് പരതുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ഇൻഫോർമേഷൻ പലതും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 30-40 ലക്ഷം രൂപ ഉണ്ടായിരുന്ന കരൾമാറ്റ് വെക്കൽ ശസ്ത്രക്രിയ എങ്ങനെ സൗജന്യമായി ചെയ്യാമെന്നൊക്കെ ഉള്ളത് അതിനകത്തുള്ളപ്പോഴും എനിക്ക് ചില സ്റ്റോറീസ്, നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ മാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും ചില ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ സിയ നട്ടൽ ഉയർത്തിയിരിക്കാൻ എന്നിട്ട്
പുഴയുടെ കാഴ്ചകൾ അല്ല കടലിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനം, അതുണ്ടാക്കുന്ന ഒരു സന്തോഷം വേറെ ആയിരിക്കും. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ടച്ചിങ് ആയിട്ട് നമുക്കും അനുഭവപ്പെടുന്ന അതാണ്. അയ്യോ, അയാൾ ആ കാഴ്ച കാണാൻ ഉയർന്നിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അതേപോലെ തന്നെ SMA ബാധിച്ച തന്നെ വേറൊരു കുട്ടി മുറാത്ത് നടക്കുന്ന വിഷ്വൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറാക്ക് നടക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കണ്ണ് നനഞ്ഞു. കാരണം മാം അത് ഒരു ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവട്ടെ, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എനിക്കത് കാണുന്ന സമയത്ത് എനിക്ക് ആ മുറാത്തിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര ഒരു ഇത് തന്നു. മിനിസ്റ്റർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഊർജ്ജം സമ്പാദിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില കാഴ്ചകളല്ലേ? ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യമില്ലേ, എവിടെയാണ് നമുക്കൊരു ഇത് കിട്ടുന്നതെന്ന്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഉത്തരം ഇതാണ്. അതായത് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം. അപ്പോൾ സിയ എന്ന മോൾ അവളുടെ വാക്കുകളാണ്. അതായത് എനിക്കിപ്പോൾ കടൽ കാണാം, മനുഷ്യരെ കാണാം, യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മൗനമായി പോവും, നമുക്ക് നിശബ്ദമായി പോവും. സിയയ്ക്ക് നമ്മൾ സ്കോളിയോസിസ് സർജറിയും ചെയ്തിരുന്നു. സിയയുടെ സ്വപ്നമാണ് കേട്ടോ 18 വയസ്സ് വരെ നമ്മൾ ഈ SMA മരുന്ന് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ ഈ ഒരു വയലിന് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തെ സംബന്ധിച്ച് 1.5 ലക്ഷം രൂപയുടെ മരുന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കും? എവിടെ പണം കണ്ടുപിടിക്കും? ഒരു വയൽ പോരല്ലോ. ഒരു വർഷം പലതവണ ചികിത്സ വേണം, കണ്ടിന്യൂസ് ചികിത്സ വേണം. നമ്മൾ 8 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയായി. നമുക്ക് പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം സഹായം കൂടി വേണം. അപ്പോൾ CSR ഫണ്ടൊക്കെ നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സിയയുടെ ആഗ്രഹം പോലെ 18 വയസ്സ് വരെ ആക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മുറാദിനെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങളുടെ തല ഉറയ്ക്കാതെ, നടക്കാൻ കഴിയാതെ, എല്ലാം യങ് പേരൻസും ആവും. ഒന്ന് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ഭദ്രതയൊക്കെ ഉണ്ടാകുന്നൊരു ഘട്ടം ആയില്ലല്ലോ. ഒരു 10, 40, 45 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ നമ്മളൊന്ന് നിൽക്കുമെന്ന് പറയാം. പക്ഷേ ഈ ഹസ്ബൻഡും വൈഫും അവർ ഈ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ ആകുന്നു, അവർക്ക് രോഗമാകുന്നു, അവർ പകച്ചു പോവും. അവർക്കിത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു SMAക്ക് വേണ്ടിയിട്ടൊരു കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റയർ ഡിസീസസ് തുടങ്ങിയത്. അത് വിപുലപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഒന്ന്, ഈ 400-ൽ പരം അപൂർവ രോഗങ്ങൾ, അപ്പോൾ WHO പറയുന്നത് അതിനും കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ രജിസ്റ്ററിൽ തയ്യാറാക്കും. ഇതുപോലെയാണ് ഹീമോഫീലിയ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹീമോഫീലിയ രോഗികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതായത് ഈ ഹീമോഫീലിയ എന്ന് പറയുമ്പം പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും. എപ്പോൾ ഇതുണ്ടാവുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജോയിൻസ് എല്ലാം നീര് വന്ന് ഇരിക്കും. അതുപോലെ എഴുന്നേക്കാൻ പറ്റില്ല പലപ്പോഴും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തിരുവനന്തപുരത്തുള്ള ഒരാളെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു, കാരണം ബ്ലീഡിങ് ഉണ്ട്, രക്തസ്രാവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഉപജീവന മാർഗ്ഗമില്ല. ഇപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്? കാരണം ജീവിതം ദുരിതം പൂർണ്ണമായി. അപ്പോൾ നമ്മളിത് പ്രതിരോധമായിട്ട് മരുന്ന് കൊടുത്തു. ബ്ലീഡ് ചെയ്തിട്ടല്ല, പ്രതിരോധമായിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പല സ്റ്റേറ്റ്സിലും ബാനറുണ്ടായി, ഇഫ് കേരള ക്യാൻ വൈ ദിസ് സ്റ്റേറ്റ് ക്യാൻ നോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ എതിര് നിന്നാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടല്ലോ, ജീവിതങ്ങളുടെ മാറ്റങ്ങൾ, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതാണ് മുന്നോട്ട് നയിക്കുന്നത്. വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അയാളുടെ ഭർത്താവ് വെട്ടുന്ന സമയത്ത് തടയുമ്പോഴാണ് അയാളുടെ വിരൽ നഷ്ടപ്പെട്ടത്. അയാൾക്കൊരു അതെ, കൈപ്പത്തി പോയി അല്ലേ? മുറിഞ്ഞു, കഴുത്തിന് വെട്ടിയതാണ്. വെട്ടി കൈ കൊണ്ട് അടഞ്ഞപ്പോൾ ഈ അടുത്തേ കൈ രണ്ടായിട്ട് മാറി, തുന്നിക്കെട്ടി നേരെയാക്കി. വിദ്യയ്ക്ക് ഒരു ജോലിയും കൂടെ, ഒരു ജീവിതമാർഗവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമ്പോൾ അതിനകത്തൊരു പൂർത്തീകരണമുണ്ട്. ഇങ്ങനെയുള്ള ചില സമയത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റംസ് ഇതിനനുസരിച്ച് വഴങ്ങിയില്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്തെടുക്കും? തീർച്ചയായിട്ടും ഡിസ്റ്റർബ്ഡ് ആവും. വിദ്യ എന്നുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മുടെ മുന്നിൽ നേരിട്ട് വന്നതുകൊണ്ടാണ്. അപ്പം നേരിട്ട് മുന്നിൽ വരാത്ത ജീവിതങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്കും ഇത് ഉറപ്പാക്കണം. അപ്പോൾ അവിടെയാണ് ഈ ഞാൻ പറഞ്ഞ സംവിധാനങ്ങൾ അതനുസരിച്ചിട്ട് നമ്മൾ പരിവർത്തനപ്പെടണം. തുടർച്ചകൾ ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഗാർഹിക പീഡനം, അപ്പോൾ നമ്മളിപ്പോൾ അടുത്തിടെ ഒരു കണക്കെടുത്തു, ഒരു വർഷം നമുക്ക് എത്ര ഗാർഹിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഷാർജയിൽ ആത്മഹത്യ ചെയ്തതായിട്ടുള്ളൊരു വളരെ ദുഃഖകരമായൊരു കാര്യം നമ്മൾ കേട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ ഗാർഹിക പീഡനങ്ങൾ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചിലത് കോംപ്രമൈസ് ആയി പോകും, ചിലർ സമ്മർദ്ദം കൊണ്ട് പരാതിയൊക്കെ പിൻവലിച്ചിട്ട് പോകും. അപ്പോൾ ഇതിനൊരു തുടർച്ച വേണം. ഈ സ്ത്രീകൾ എവിടെ പോകുന്നു, ഈ പെൺകുട്ടികൾ എവിടെ, നമ്മൾ പരാതി നമ്പർ 1 പരിഹരിച്ചില്ല, കോളം അക്ഷരങ്ങൾക്ക് അപ്പുറത്തെ ജീവിതങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അതിലൊരു ഫോളോ അപ്പ് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പല ദ്വീപുകളായി നിൽക്കാതെ ഇത് ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് അതിപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രം, അങ്ങനെ പല തലങ്ങളിലും. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ കുട്ടികളെ കേൾക്കുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. അത് മുതിർന്നവർക്ക് മനസ്സിലാവാത്ത ഒരു ഏരിയയാണ്. കാരണം അവർ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു അവസ്ഥയെ തിരിച്ചറിയാറില്ല. റാഗിങ് നമുക്ക് ഉദാഹരണമാണ്. റാഗ് ചെയ്യപ്പെടുന്നവർ തന്നെയാണ് പിന്നീട് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ്. അതേപോലെയാണ് നമ്മൾ വളർന്ന് വലുതായതാണ്, പക്ഷേ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ക്വാളിറ്റീസും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പൂവായിട്ട് വരുന്ന കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് നോട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുതിർന്ന ആളുകൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് ഒരു പുതുമയാണ്. അവിടെയാണ് നമ്മളത് നോട്ട് ചെയ്യുന്നത്. അതേപോലെ മിനിസ്റ്റർ ഒരു കുഞ്ഞിൻ്റെ ആവശ്യം നടപ്പാക്കുമ്പോൾ, ഇപ്പോൾ ബിർണാണിയെ അംഗീകരിക്കുമ്പോൾ അവിടെ മിനിസ്റ്റർ അംഗീകരിച്ചത് ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വനിതകളുടെയും കുട്ടികളുടെയും കൂടെ മന്ത്രി ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനൊക്കെ എന്നാ മാറ്റം വരിക എന്ന് പ്രതീക്ഷിക്കണം? നമുക്ക് മാറ്റം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു. ശരിക്കും ഈ പല സംഭവങ്ങളുടെയും ഒരു അടിസ്ഥാനപരമായ കാരണം ഈ കുഞ്ഞുങ്ങൾ പറയാൻ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. നീ ഇവിടെ മിണ്ടായിരി എന്ന് പറയും. ഇതിന് പലതരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മളെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞു പറയാണ് അത് ഇന്നതല്ലേ എന്ന് പറയും, നിന്നോടാരെല്ലാം ചോദിച്ചോ, നീ ഇവിടെ മിണ്ടായിരി എന്ന് പറയുമ്പോൾ അവൻ്റെയോ അവളുടെയോ ആത്മവിശ്വാസത്തിലേക്കുന്ന ഒരു അടിയുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ നിൽക്കും. പിന്നെ ഈ ഒരു അഭിപ്രായം വരുമ്പോൾ ഇത് അവിടെ കിടക്കും. പിന്നെ നിങ്ങൾ പോയി അങ്ങനെ ആവണം ഇങ്ങനെ ആവണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ ചെറിയ കാര്യങ്ങളാവും. അതുപോലെ ഈ കുഞ്ഞൊരു അതിക്രമം നേരിടുന്നുണ്ടെന്ന് വിചാരിക്കുക, ഈ കുഞ്ഞ് എവിടെയാണ് പറയുക? അതിനൊരു സ്പേസ് വീട്ടിലില്ലെങ്കിലോ അച്ഛൻ എന്ത് വിചാരിക്കും, അല്ലെ അമ്മ എന്ത് വിചാരിക്കും? വീടിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെവിടെ പോയി പറയും? അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ കുഞ്ഞുങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അവർ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതിരുന്നാൽ തന്നെ ഞാൻ അതുവഴി പോകുമ്പം ആ ഒരു എന്നാ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെ ഇങ്ങനെ പെരുമാറിയെന്നൊരു ആദ്യ ദിവസം ഒരു കുഞ്ഞു വന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇടപെട്ട് നിർത്താൻ കഴിയുന്ന, ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസരം നമുക്കുണ്ട്. അത് നമുക്ക് നഷ്ടമാകും. ഇപ്പോൾ നമ്മൾ പേരൻറ്റിങ് ക്ലിനിക്സ് ഉണ്ട് എല്ലായിടത്തും. പേരൻറ്റിങ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒട്ടും ഈസിയല്ല, വലിയ ടാസ്ക്കാണ്. ഗുഡ് പേരൻറ്റിങ് എന്ന് പറയുന്നത്, നല്ല രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളായിരിക്കുക എന്നുള്ളത് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്, നല്ല ടാസ്ക്കാണ്. അത് നമ്മളുടെയൊക്കെ ജീവിതവും ജോലിയും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ പേരൻറ്റിങ് ക്ലിനിക്സ് നടത്തുന്നുണ്ട് സ്റ്റേറ്റിൽ ഉടനീളം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഏറ്റവും ബെസ്റ്റ് പേരൻ്റാണ്. നമ്മളൊരു മോശം അച്ഛനോ അമ്മയോ ആണെന്ന്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മളൊരു അമ്മ എന്നുള്ള രീതിയിലോ അച്ഛൻ എന്നുള്ള ഇതിന് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളെല്ലാം അഡ്മിറ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല, ചെയ്യത്തില്ല. മാമിനോട് ഒന്നുകൂടെ സൂചിപ്പിക്കാനല്ലോ, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ബ്ലോഗറെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഏറ്റവും വിഷമമുണ്ടാക്കിയ ഇപ്പോഴും തുടരുന്ന ട്രോമ എന്ന് പറയുന്നത്, അവർ ചെറിയ പ്രായത്തിൽ അവരുടെ ആ സർക്കിളിൽ നിന്ന് അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ആരോടും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ അച്ഛൻ പീഡിപ്പിച്ച കുട്ടികൾ ഒരു 5 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ഇൻബോക്സിൽ വന്ന് സംസാരിച്ചു. അവർക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കേൾക്കുമ്പോൾ ഞാൻ തിരിച്ചെന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേര് പലതരത്തിലുള്ള ചൈൽഡ് അബ്യൂസാണ് ഏറ്റവും വലിയ ട്രോമ. അവരെല്ലാവരും പറയുന്നത് കുട്ടിക്കാലത്ത് അവർക്ക് നേരിട്ട പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കുട്ടികളെ കേൾക്കാൻ നമുക്ക് കഴിയാത്തൊരു സമൂഹത്തിലാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ ഡാറ്റാസ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ 99% കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ ക്ലോസ് സർക്കിളിലാണ്. ഇതിനൊക്കെ നമ്മൾ ശക്തമായ ക്യാമ്പയിനിങ് ഇല്ലാതെ നടക്കാത്ത കാര്യമാണ്. അവിടെയൊക്കെ എന്ത് സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാൻ കഴിയുക?
വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പറഞ്ഞ 5 പേരും അനുഭവിക്കുന്ന ഒരു ട്രോമ അവർ ചിലപ്പോൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിരിക്കും, പക്ഷെ അതിപ്പോഴും അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം മാം. 55 വയസ്സ് കഴിഞ്ഞ ഒരാൾ അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്, അത് ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ പേര് വയ്ക്കാതെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അവർ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഉണ്ടായത്. അവരിപ്പോൾ അതിൻ്റെ ട്രോമയുടെ ഏറ്റവും വലിയ പീക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവരുടെ മകൻ്റെയോ മകളുടെയോ കുഞ്ഞിനെ അവരുടെ ഭർത്താവ് എന്ന് വെച്ചാൽ മുത്തച്ഛൻ ലാളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവർക്ക് ആ സംശയം പറ്റുന്നില്ല. അവർ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡായി വിയർക്കുന്നു, ശരീരം വിയർക്കുന്നു, പെട്ടെന്ന് എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവരുടെ സർവൈലൻസിൽ ഈ കൊച്ചിനെ നിർത്തുകയാണ്. ഇതാണ് അവരുടെ ട്രോമ. ഈ പ്രായത്തിലും അവരനുഭവിക്കുന്ന ഇതാണ് ടോപ്പിക്, ഇതാണ് വിഷയം. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. നമ്മളിത് കണ്ടില്ലെന്ന് നടിക്കാനും പാടില്ല. ഇനി നമ്മൾ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് ഇത് എവിടേക്കോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയല്ലോ, ഇത് കതിരിലല്ല വളം വെക്കേണ്ടത് എന്ന് നമ്മൾ പറയും. അതായത് ഇതിന് അടിസ്ഥാനപരമായി നമ്മുടെ പൊതുബോധത്തിൽ മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണ് എങ്കിൽ അമ്മയോട് കുഞ്ഞ് പറയാൻ ധൈര്യപ്പെടുമോ? സഹോദരങ്ങളോട് പറയുമോ? ക്ലാസ്സിൽ ചെന്ന് പറയുമോ? സ്വന്തം അച്ഛന് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വകുപ്പ് കാണുന്നത് ഒന്ന്, ഇപ്പോൾ നമുക്ക് കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. ഇതുകൂടാതെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നിട്ട് നമ്മളൊരു സ്കൂൾ ആരോഗ്യ പരിപാടി റീലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികളിലെ 30 പേരിലെയും ഒരാൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്നു, മറ്റൊരാളുടെ കൂടെ കളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ടുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. ചിലപ്പോൾ പേപ്പറിലൊക്കെ ഇങ്ങനെ കുത്തി വരച്ച് ക്ലാസ്സിൽ തന്നെ ഇരിക്കുക, പുറത്തു പോകാതെ ഇരിക്കുക, പിന്നെ ക്ലാസ്സിൽ വന്ന് ഭയങ്കര ക്ഷീണാവസ്ഥയിലിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അധ്യാപകർ പിക്ക് ചെയ്യും. അതായത് ആ കുഞ്ഞിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ആ കുഞ്ഞിനെന്തോ, അപ്പോൾ അത് കുഞ്ഞിനോട് അധ്യാപകർ തന്നെയാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മളുടെ ഡോക്ടേഴ്സുണ്ട്, അതായത് നമ്മളുടെ RBSK നേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൗൺസിലേഴ്സ് ഉണ്ട്, സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. സ്കൂൾ കൗൺസിലേഴ്സ് ഈ കുഞ്ഞിന് ഇത് അറിയേയില്ല, ക്ലാസ്സിലും അറിയില്ല, ആ കുഞ്ഞു പോലും അറിയാതെ കുഞ്ഞുമായിട്ട് ഈ കൗൺസിലേഴ്സിൻ്റെ നോർമൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തും. അപ്പോൾ പല കുഞ്ഞുങ്ങളുമായിട്ട് നടത്തും. അതിലൊന്ന് ഈ കുഞ്ഞായിരിക്കും. എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനുശേഷം കേസ് കൊടുക്കുന്നത് അങ്ങനെ, കുഞ്ഞിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അങ്ങനെ, കുഞ്ഞിന് ക്ലിനിക്കലായിട്ടുള്ള ഇത് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ പോകണം എന്നുള്ളതാണ്. ഇത് നമ്മളൊന്നുകൂടി ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് സ്കൂൾ ഹെൽത്ത് നമ്മൾ റീലോഞ്ച് ചെയ്യുക. അധ്യാപകരും മാതാപിതാക്കളും, അതായത് രക്ഷാകർതൃ സമിതിയും നമ്മൾ ആരോഗ്യ പ്രവർത്തകരും കൂടി കൈകോർക്കുകയാണ്. ഈ സംരക്ഷണ വലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവണം. ഒരാളും അതിൽ നിന്ന് വിട്ടുപോകില്ല, പോകാൻ പാടില്ല. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയും അൺനോട്ടീസ്ഡായിട്ട് ചില കേസസൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുള്ള ഒരിടത്ത് ഇത് കേൾക്കണം. എനിക്കിങ്ങനെ, അതായത് ആ കുഞ്ഞ് പ്രധാനപ്പെട്ടതാണെന്ന് മറ്റുള്ളവർ സമൂഹം കരുതുന്നുണ്ടെന്ന് കരുതുകയും ചിന്തിക്കുകയും ആ കുഞ്ഞ് അവിടെ ഇത് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഇടമുണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വിളിക്കാം. ഇത്തരത്തിലുള്ള പരാതികളോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു സ്പേസ് കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പക്ഷേ പരമാവധി കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അത് എല്ലാ രീതിയിലും എത്തിക്കും, സ്കൂളുകൾ വഴിയും, അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും കൂടെ ആയിട്ട് ചേർന്നുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിലുള്ള, പിന്നെ ഇങ്ങനൊരു കുഞ്ഞിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എല്ലാവിധമായിട്ടുള്ള സ്വകാര്യതയും ഉറപ്പാക്കിക്കൊണ്ടുള്ള സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട്, മറ്റിതും, പിന്നെ ആ ട്രോമയിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി, പിന്നെ കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇത് വളരെ ഒരു പൊതുബോധം ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില കാര്യം, എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരില്ല എന്നൊരു ചിന്ത കൂടിയില്ലേ? തെറ്റായിട്ടുള്ള ചിന്ത. അത് തെറ്റായിട്ടുള്ള ചിന്തയാണ്. ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ രോഗം വരില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഇല്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് ആ കുഞ്ഞ് പോയിട്ടില്ല, ഇല്ല അവൾക്ക് അങ്ങനെ വരില്ല എന്ന് പറയുന്നത് അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊതുബോധം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പിന്നുള്ള ഒരു
നമ്മളിപ്പോൾ ജുവനൈൽ ഹോമിലൊക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഒരാളെയും കുറ്റപ്പെടുത്താം. കാരണം അവർ കടന്നു വരുന്ന ഈ പറയുന്നത് പോലെയുള്ള പീഡനങ്ങൾ, ട്രോമ, ഇതൊക്കെ അനുഭവിച്ച ഈ കുഞ്ഞുങ്ങൾ വരുന്നത്, അവരെ ആരാ കുറ്റപ്പെടുത്തണ്ടേ? ഒരാൾക്കും കുറ്റപ്പെടുത്താൻ അവകാശമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് തരത്തിൽ ഒരുപാട് ദൂരം പോവേണ്ടത് എന്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. മഴ കുറച്ച് കുറവുണ്ട്, അപ്പോൾ പുറത്തുനിന്ന് സംസാരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മാം കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഈ വീട് നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് രസമാണ്. താഴെ പുഴയുണ്ട്, അതൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറയണ കേട്ട് മനസ്സിലാക്കുക, അത്ര തന്നെ. മാം ശരിക്ക് ഇപ്പോൾ ചർച്ചകൾ കാണില്ല എന്ന് പറഞ്ഞത് എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു. ഒരുപക്ഷെ ടൈമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ചർച്ചകളോടൊരു വിരക്തി ഉണ്ടല്ലേ? ചർച്ചകൾ ഘോര നടത്തിയിരുന്ന ഒരാൾക്ക് ചർച്ചയോട് വിരക്തിയാണ്. സമയമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ചർച്ചകൾ നമ്മളെ പിന്നോട്ട് വലിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ ചർച്ചകളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, ഞാൻ അങ്ങനെ കണ്ട് ശീലിച്ചതും മാമിൻ്റെ ചർച്ചകളിലേക്ക് എത്തുന്നതും ആ ചർച്ചയുടെ സ്വഭാവം കൊണ്ടായിരുന്നു. 2016 ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു ചാനൽ 1 മണിക്കൂർ എനിക്കെതിരെ ചർച്ച നടത്തി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എന്നെ വിളിച്ചു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ, നിങ്ങൾ വലിയ ഓഫറുകളൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ്, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, വീണ, ഞങ്ങളുടെ ചാനലിൻ്റെ നയമാണ്, അതുകൊണ്ട് ഞാനിതിൽ നിസ്സഹായനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ചാനലിൻ്റെ എഡിറ്ററോടാണ് ചോദിച്ചത്. അപ്പോൾ അതോടൊപ്പം പലപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ ഭൂരിപക്ഷ ചർച്ചകളിലും സത്യത്തിനൊരു ഇടമില്ലാത്തതുപോലെ തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വലിക്കാനാണ് പലപ്പോഴും അതിന് ആ ചർച്ചകൾ കേൾക്കുന്നതിലൂടെ കഴിയുള്ളൂ. പക്ഷേ ഈ ചില സമയത്ത് മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ആംഗ്രി ബേഡ് ആവുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ പ്രശ്നം ക്യാമറയിലാണത് കാണുന്നത് എന്നുള്ളത് മാം കോൺഷ്യസ് ആവേണ്ടതാണ്. സത്യത്തിൽ മീഡിയയെക്കുറിച്ച് നന്നായിട്ട് ധാരണയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആ സമയത്ത് അതങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇതിലെനിക്കൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഞാൻ നിരന്തരമായി ഒരു പക്ഷേ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 1-2 അനുഭവം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സന്ദർശിച്ചു. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി സന്ദർശിച്ചു. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ മുന്നിൽ വരുന്ന സ്ക്രീനിൽ ഈ ആശുപത്രിയുടെ പണം കണ്ടിട്ട് പറയുകയാണ്. ആ ചിത്രം അവിടെ വെച്ചിട്ട് പറയും, ഇവിടെ ഇങ്ങനെയാണ്, അവിടെയാണ്, എല്ലാം നല്ലതാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് ചെന്ന് കാണുമ്പോഴാണ് ഇന്ന പ്രശ്നമുണ്ട് ഇവിടെ, അല്ലെ ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ചെറിയൊരു പാസേജിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെ മറ്റൊരു വിഷയമായിരിക്കും. ജനങ്ങൾക്ക് നേരിട്ട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ. ആരോഗ്യ പ്രവർത്തകർക്കും അവർക്ക് ജോലി ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മുഴുവൻ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി സന്ദർശിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വടക്കുന്നാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഏതോ ഒരു വാർഡിൽ പോയി സന്ദർശനം നടത്തുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരാതി ആവാം. ഞാൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ട ഒരു ചിത്രമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടത്. നിങ്ങൾ ഈ വാർഡിലൂടെ പോകുമ്പോഴും ഈ ആശുപത്രി സന്ദർശിക്കുമ്പോഴും നിങ്ങളുടെ ഈ പ്രവർത്തനവും രീതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല ശരി എന്നെനിക്ക് മനസ്സിലായി. അത് ശരിക്കും അന്ന് ഈ ലോക്കൽ ചാനലുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഏതോ ലോക്കൽ ചാനലുകൾ ഇത് പകർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പിറവത്ത് നിന്ന് ആ മീറ്റിംഗ് പങ്കെടുത്തൊരു കൂട്ടായ്മയാണ്. ഒരു പ്രീ ഡിഗ്രി കാലത്തെ 86-88 കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ അവിടെ പഠിച്ചൊരാളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ എന്നോട് ഇതേ വാചകം എന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ് എന്നൊക്കെ ഉള്ളൊരു ചിത്രമാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ 50 ഗ്രൂപ്പിൽ അംഗമാണ്, ഞാൻ 50 ഗ്രൂപ്പിലും ഇന്ന് വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സത്യത്തെ മനഃപൂർവ്വം മൂടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സത്യസന്ധമായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷനാണത് ഞാൻ കരുതുന്നു. പക്ഷെ അതൊരു ജെനുവിൻ എക്സ്പ്രഷൻ. പക്ഷേ മിനിസ്റ്റർക്ക് എല്ലാ ഇമോഷൻസും പാടില്ല. കാരണം മിനിസ്റ്റർ കരഞ്ഞപ്പോൾ അത് ട്രോളായി മാറുകയാണ്.
അതായത് അങ്ങനെ കരയേണ്ട സാഹചര്യം മിനിസ്റ്റർക്കില്ല, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പല രീതിയിൽ വരികയാണ്. അതിനെ കാണാൻ ഒരു സാധാരണ വ്യക്തിയുടെ മനസ്സലിവായിട്ട് അതിനെ കാണാതെ അത് മിനിസ്റ്റർ ഈ പദവിയിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി മോഡിൽ കാണാനായിരിക്കും ശ്രമിക്കുക. അത്തരം ഒരു കോൺഷ്യസ്നെസ്സും മിനിസ്റ്റർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ ആ സീനിൽ ചിലപ്പോൾ നമുക്ക് പറ്റായിക വരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കരയേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലുമില്ല. അതായത് നമ്മളൊരു വ്യക്തിയല്ലേ, മന്ത്രിയാകാം, ജനപ്രതിനിധിയാകാം, നമ്മൾ സാധാരണ വ്യക്തിയല്ലേ, എല്ലാ വിചാരങ്ങളുമുള്ള സാധാരണ വ്യക്തിയാണ് ഞാൻ. മരണങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ആ നിമിഷത്തിൽ അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ വളരെ ജെനുവിനായിട്ടുള്ള എൻ്റെ വികാരമാണത്. അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് അതിന് ഒരു സ്ഥാനവും അതിന് തടസ്സമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ആ സ്റ്റാൻഡാണ് നല്ലതും. ട്രോള് നല്ല പരിപാടിയാണ്. പലപ്പോഴും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ തന്നെ ട്രോൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ല ട്രോൾ എന്ന് പറയുന്നത് ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്നതാണ് മിനിസ്റ്ററെ കുറിച്ചുള്ള ഏറ്റവും നല്ല ട്രോള്. ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്ത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞൊരു പ്രസംഗത്തിന്റെ ഭാഗമാണത്. ഗംഭീര പ്രസംഗമായിരുന്നു. ഒടുവിലാണ് ആ കപ്പിത്താനെ കൊണ്ട് അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ആ പ്രസംഗം. അപ്പോൾ എനിക്ക് മുൻപ് പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച വ്യക്തി പറഞ്ഞത്, ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ്, ഇതിന് ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇതിപ്പോൾ മുങ്ങിത്താഴുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഊഴം എൻ്റെ ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയേണ്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ കപ്പൽ മുങ്ങുകയില്ല, നവകേരളത്തിൻ്റെ തീരത്ത് ഈ കപ്പൽ നങ്കൂരമിടും, കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട്. വളരെ അഭിമാനത്തോടെ ഇപ്പോഴും ഓർക്കുന്ന വാക്കുകളാണത്. എനിക്ക് പിന്നീട് പക്ഷേ ഇത്രയും അത് ഏറ്റെടുക്കുന്നത് അന്നേരം അറിയില്ലല്ലോ. ലോകകപ്പ് നടന്നപ്പോൾ മെസ്സിയുടെ ഇത് വെച്ചിട്ട് ഈ വാക്കുകൾ വെച്ച് പോകുന്നത് കണ്ടു. മിനിസ്റ്റർ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയോട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുമോ? ഇല്ല, ആ ടാസ്ക് ഇതുവരെ എടുത്തിട്ടില്ല. ചിരിക്കില്ലേ? ചെറിയ ചിരിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു തമാശയൊക്കെ പറയുകയാണെങ്കിൽ ചമ്മോ ചിരിക്കുമോ? അല്ല, സി വളരെ നർമ്മബോധമുള്ള, വളരെ ഈ പറയുന്ന പോലെ ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരിവേഷം അല്ലല്ലോ, വളരെ നർമ്മബോധമുള്ള അല്ലെങ്കിൽ നർമ്മം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് മാത്രം എന്താണ് എനിക്ക് പറയാനുള്ളത് അക്കാര്യം മാത്രം. പക്ഷെ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കാനാണ് സി എം എപ്പോഴും താല്പര്യപ്പെടുന്നത്. ഒന്ന് സി എമ്മിന്റെ സമയം, രണ്ട് വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അച്ചടക്കം പാലിക്കുന്ന ഒരാളാണ്. അല്ല, എങ്കിലും യാദൃശ്ചികമായി എന്തെങ്കിലുമൊക്കെ തമാശ വരില്ലേ വർത്താനം പറഞ്ഞു പോകുമ്പോൾ? തീർച്ചയായിട്ടും അത് സി എമ്മും പറയും, നമ്മുടെ ക്യാബിനറ്റിലും. അപ്പൊ അതിനോടൊപ്പം ആ തമാശ ആസ്വദിക്കുന്ന വ്യക്തിയാണ്. തിരിച്ച് തഗ് പറയാൻ പറ്റുമോ? പറയാം, എല്ലാ മന്ത്രിമാരും പറഞ്ഞു. ഞാൻ പറയുമോന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവെ അങ്ങനെ പറയാറില്ല. അപ്പോ അല്ലാതെ തഗ് വന്നാൽ അത് പിടിച്ചു വെക്കോ? സി എമ്മിന്റെ മുമ്പിലിരുന്ന് പറയുമ്പോ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. സി എം തമാശ ആസ്വദിക്കുന്ന ആളാണ്, തമാശ പറയുന്ന ആളാണ്. അല്ല, എങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്കിങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ തോന്നുമല്ലോ, ആ സമയത്ത് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ന്യായമായി എല്ലാ കാര്യങ്ങളിലും സി എം അതിൻ്റെ ഒരു വിഷയത്തെ എന്താണ് അത് സമീപിക്കുന്ന നിലയിൽ തന്നെ സമീപിക്കുന്ന വ്യക്തിയാണ് സി എം. തീർച്ചയായിട്ടും പറ്റും. പണ്ട് കൈരളിയിലെ ഒരു അഭിമുഖത്തെ മാത്രമാണ് എനിക്ക് ഒരു ലൈറ്റർ ആയിട്ടുള്ളൊരു സി എമ്മിനെ കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരു പിണറായി വിജയനെ കാണാൻ പറ്റിയത്. പക്ഷെ അതിന് ശേഷം നമ്മൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ ഒന്നുകിൽ ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കുകയായിരിക്കും, അതിനിടയ്ക്കുള്ള ചെറിയ തമാശകളൊക്കെ പൊടിക്കൊക്കെ കിട്ടും. പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. നിരന്തരമായി ഇങ്ങനെ തമാശകൾ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കളിയാക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങൾക്കായിരിക്കും പ്രത്യക്ഷപ്പെടുക. അധികം അഭിമുഖങ്ങളിലൊന്നും വരാറില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഇലക്ഷൻ സമയത്തോ വല്ലതും ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. അപ്പോൾ ലൈറ്ററായിട്ട് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല സഹൃദയത്തുള്ളൊരു വ്യക്തി, അതുപോലെ നന്നായി തമാശകൾ ആസ്വദിക്കാൻ കഴിയുന്ന, സി എം പറയുന്ന തമാശകൾ കൃത്യമായിട്ട് അത് കുറിക്കൊള്ളുന്ന തമാശയായിരിക്കും. അപ്പോൾ അതിലുള്ള ഒരാളാണ്.
മറ്റതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതാണല്ലോ. ഇപ്പോൾ CM മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അദ്ദേഹം പൊതുവിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഊന്നി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മളൊരു കാര്യം പോയി സംസാരിക്കുന്നു വിചാരിച്ചോ, കൃത്യ ആ കാര്യം അത് പറയുക, അതാണ് അത് പറയുക എന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ സമയവും. അതോടൊപ്പം നമ്മൾ അതാണ് അതിന്റെ ശരിയും. ഞാൻ അങ്ങനെ കരുതുന്നു, അതാണ് ശരി. ഈ കപ്പിത്താൻ വിഷയം അവിടെ എത്തിയിട്ടുണ്ടോ? അതറിയില്ല. നിയമസഭയിൽ കേട്ടിട്ട് സന്നിധനായിരുന്നല്ലോ, പക്ഷെ അതല്ലാതെ മാധ്യമങ്ങൾ ഇതെങ്ങനെയാണ് കാണിച്ചതെന്നതിനെ പറ്റിയിട്ടൊരു അത് ഇടയ്ക്ക് പോയപ്പോ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പരിപാടിയല്ലേ. ഈ മോണോ ആക്ടിന്റെ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം കലാതിലകമൊക്കെ ആയിട്ടുണ്ട് ജില്ലാ തലത്തിലല്ലേ. അപ്പം എന്തൊക്കെ ഐറ്റം ആയിരുന്നു മോണോ ആക്ട് അല്ലാതെ എന്തൊക്കെയായിരുന്നു പിടിച്ചിരുന്നത്? അല്ല, നൃത്തം, ക്ലാസിക്കൽ നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ നാടോടി നൃത്തം, മോണോ ആക്ട്. അന്നത്തെ ഒരു ഫോട്ടോ കാണിച്ചു തരാമേ. അത് ഏത് സമയത്തുള്ളതായിരുന്നു? 1992 തോന്നുന്നു ഈ കണ്ട പടം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തില് തിരൂര്. അതിലാണോ ഈ പാഞ്ചാലി അവതരിപ്പിച്ചത്? അന്നൊന്നാം സ്ഥാനം കിട്ടി. ഈ അവതാരകൻ പറയുന്നുണ്ടായിരുന്നു അത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ട് നമ്മൾ പലതും പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആയിരിക്കില്ലേ. എന്നാ ഈ ലൈറ്റായിട്ട് കൂളായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുക? അതൊരു ശരിയാ. അതായത് നമ്മളിപ്പോ ഒരു മാധ്യമരംഗത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ കാറിൽ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് പോകാന്ന് വിചാരിച്ചോ, നമ്മൾ സംസാരിക്കല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആണ്. എനിക്ക് മാധ്യമങ്ങളല്ല, നമ്മൾ പൊതുസമൂഹത്തിൽ. അപ്പോൾ നമ്മളുടെ ഒരു ആളുകളാവും പുറത്തുണ്ടാവുക. അപ്പോൾ അവരെ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴുണ്ട് ഒരു മാനസികാവസ്ഥ. ഈ ആദ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു മാധ്യമങ്ങളെ, പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. കാരണം ആക്രമണമേറ്റ് ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മുടെ മനസാക്ഷിക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ 100% അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് ശരിയായി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നു അത് എനിക്ക് മനസ്സമാധാനം നൽകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ മരുന്നുകൾ സൗജന്യമായിട്ട് ഏറ്റവും മിതമായ നിരക്കിലോ, വലിയ ടാസ്ക് ആയിരുന്നു. കാരണം ഈ പേറ്റന്റ് നിയമം മൂലം വലിയ വിലയാണ് ക്യാൻസർ മരുന്നുകൾ. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത് മനുഷ്യനുണ്ടാകുന്ന പേടി. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പേടി, ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഈ ക്യാൻസർ മരുന്നുകൾ എങ്ങനെ ലഭ്യമാക്കും? ഇത് നമ്മുടെ നയത്തിൽ പറഞ്ഞിട്ടുണ്ട്, സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കും. അപ്പോൾ ഞാൻ ആദ്യം മീറ്റിംഗ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഓഫീസേഴ്സ് പറഞ്ഞ് നടക്കത്തില്ല, കാരണം പുറത്ത് കുത്തകളാണ്, അവർ തകർക്കും ഇത്, അവർ ഏത് രീതിയിലും അറ്റാക്ക് ചെയ്യും. 1 ലക്ഷം എന്ന് പറയുന്നത് 12,000 കൊടുക്കുന്ന റേഞ്ചാണ്. അപ്പോൾ ഇത് തകർക്കും, അതുകൊണ്ട് എന്തും തരത്തിലുള്ള അറ്റാക്കും വരും. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ ഇല്ലേ, ഈ പറഞ്ഞതുപോലെ നമുക്ക് വിസിബിലിറ്റി ഉള്ള ഒരു കാര്യമല്ല അത് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ആളുകൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം CM ഓൺലൈനായിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ആദ്യത്തെ ദിവസം തിരുവനന്തപുരം കാരുണ്യയിൽ നിൽക്കുമ്പോൾ ഞാൻ അകത്ത് കയറണമെന്ന് വിചാരിച്ചല്ല. അന്ന് ചെന്നപ്പോൾ അവിടെ ആദ്യം പർച്ചേസ് ചെയ്തത് 66,000 രൂപ സാധാരണ ബില്ല് വരുന്ന മരുന്നുകൾ ഒരു ചേച്ചി, ഹസ്ബൻഡിന് ക്യാൻസറാണ്, വന്ന് വാങ്ങിച്ചു. 6,000 രൂപയുള്ളൂ. അതായത് 66,000-ന്റെ അവിടെ 6,000 രൂപയാണ് ആയിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ട് ചെയ്യുക, അതിൽ 100% എഫേർട്ട് എടുക്കുക. 100 കൂടുതൽ പറ്റുമെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കുക. മിനിസ്റ്റർ വീണ്ടും ഗൗരവമുള്ള ഉത്തരത്തിലേക്ക് പോയോട്ടോ. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്, പക്ഷെ അത് കിട്ടിയില്ല. അത് ഞാൻ എടുത്തോളാം കേട്ടോ. ഞാൻ ശരിക്കും ചോദിച്ചത് ആക്ച്വലി അതാണ്, എപ്പോഴും മിനിസ്റ്റർ അത് മാത്രം ചിന്തിക്കുന്നുണ്ടുള്ളൊരു കോൺഷ്യസ്നെസ് ആണ്. ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നും ലിബറലായിട്ട് പറയാൻ പറ്റില്ല. ഒന്നാമത് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. പക്ഷേ സത്യത്തിൽ മാധ്യമങ്ങളെയൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളെന്നുള്ള സ്ഥിതിക്ക് പുതിയൊരു കൾച്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൂടെ? കുറച്ചുകൂടെ ലൈറ്റായിട്ടൊക്കെ കാര്യങ്ങളെ കാണുന്ന, അതൊക്കെ മതി, നമ്മൾ കാര്യം ചെയ്താൽ മതി, വർത്തമാനത്തിലൊക്കെ അങ്ങനെ ഒരു ബലം പിടുത്തൊന്നും വേണ്ട എന്നൊക്കെയുള്ളൊരു സംസ്കാരമൊക്കെ കൊണ്ടുവരാൻ കഴിയും. അതാ ശരി. അല്ല, അങ്ങനെ ചെയ്യണം. ഇപ്പം ഈ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ,
അത് വേണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് വരും. അത് ഈ സംസാരത്തിലോ ഈ വന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നില്ല, ഉണ്ട്. ഉണ്ട്, ശരി. അപ്പോൾ അത് വേണ്ടെന്നാണ്. അതെ, അത് വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ, പുറത്ത് ഭയങ്കര ധിക്കാരിയാണ്, ഭയങ്കര ധാർഷ്ട്രിയാണ്, ചിരിക്കത്തില്ല. കുറച്ചില്ലേ? കുറച്ചില്ലേ? ഉണ്ടോ? തോന്നിയിട്ടുണ്ടോ? അല്ല, കുറച്ചൊക്കെ വേണ്ടേ? കുറച്ചൊരു തൻ്റെ ഇടമൊക്കെ വേണ്ടേ? ഇല്ലല്ലേ ഒരു സുഖമുള്ളൂ. തൻ്റെ ഇടം എന്നുള്ളത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ തൻ്റെതായ ഇടം എന്നുള്ള അർത്ഥത്തിൽ മാത്രം കണ്ടാൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് സത്യസന്ധമായി പറയേണ്ടി വരും. കാരണം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എൻ്റെ മുന്നിലേക്ക് വരുന്ന മൈക്കിന് മുന്നിൽ അതിന് പിന്നിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളോടാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. അതെനിക്ക് കിട്ടുന്ന എത്ര മിനിറ്റുകൾക്കുള്ളിൽ ആണല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൊതുവിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജെനുവിനായിട്ടിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ ഈ പറയുന്നത് പോലെ പൊതുവിൽ ഇപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും നമുക്ക് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിലനിന്നുകൊണ്ട് ജെന്യുവനായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മിനിസ്റ്റർക്ക് സിനിമ കാണാൻ സമയം കിട്ടുന്നുണ്ടോ എന്ന് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യമാണ്. വായിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, വായിക്കാൻ സമയം കിട്ടുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. വർക്കഹോളിക് ആയി പോകുന്നത് കൊണ്ടാണോ എന്ന് ഞാനൊക്കെ എന്നോട് തന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യം ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുക. വർക്കഹോളിക് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം കുറ്റമറ്റ രീതിയിൽ ചെയ്തേ പറ്റൂ. ഇത് നമ്മുടെ ഒരു നിലപാടാണ്. ആ നിലപാടിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്നൊരു ജീവിതവും കൂടെ ഉണ്ട്. ഒരുപക്ഷെ ഇത് തന്നെ ഒരു ജീവിതമായിട്ടും ഒരു സാമൂഹ്യ സേവനം നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഉള്ളിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഈ വർക്കഹോളിക് ആവാൻ പറ്റുകയുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും തോന്നുമോ സമയത്തിന് വീട്ടിൽ വരാൻ പറ്റുന്നില്ല, പിള്ളേർക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കൊടുക്കാൻ പറ്റുന്നില്ല? ചിലപ്പോൾ ഇപ്പം ഞാൻ മകനോട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ടീച്ചേഴ്സൊക്കെ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസിനൊക്കെ വിളിക്കും എന്നെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ കണക്ട് ചെയ്ത് കിട്ടുമായിരിക്കും. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈമൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ചോദ്യം പാതി വഴിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. അതെ, കുട്ടികൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഒട്ടുമേ കിട്ടുന്നില്ല. അവർക്കൊപ്പം ആയിരിക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിൽ അവരിപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തായിരുന്നു സ്കൂളിലെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചോദിച്ചറിയാനൊന്നും അങ്ങനൊരു സമയം കിട്ടുന്നില്ല. പക്ഷേ അവരെ കാണുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയെങ്കിലും. അവർ ചിലപ്പോൾ ഉറങ്ങാറാകുമ്പോഴായിരിക്കും ഞാൻ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ 9:30 വരെയൊക്കെ ഓഫീസിലുണ്ടാവും. അത്രയും അപ്പോൾ മീറ്റിങ്ങുകൾ ഒരു 6-6:30 വരെയൊക്കെ നീളാം. പിന്നെ ഫയല്. അപ്പോൾ അങ്ങനെ 9:30 കഴിഞ്ഞിട്ടാവും. അല്ലാത്തപ്പോൾ യാത്രയായിരിക്കും. തിരുവനന്തപുരത്തുള്ളപ്പോഴാണല്ലോ അവർ കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് അവരിപ്പം തിരുവനന്തപുരത്ത് പഠിക്കുന്നത് കൊണ്ട് കൂടുതൽ കാണുന്നത് ആ സമയം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രൊഡക്റ്റീവ് ടൈം എന്നുള്ളത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പം ഞങ്ങൾ ട്രോളായിട്ട് സോഷ്യൽ മീഡിയയുടെ ടാഗ് കൊടുക്കാം, ജീവിതം മറന്ന മന്ത്രി, ജീവിതം മറന്ന വീണ ജോർജ്, അങ്ങനെയൊക്കെ. അല്ല അപ്പോൾ അതിലൊരു കാര്യം കൂടി ഉണ്ട്. മകനിപ്പം 11ാം ക്ലാസ്സിലാണ്. അതിന് മുൻപ് അവൻ ഈ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ 2016 അവൻ കുഞ്ഞാണല്ലോ, അവനിത് ഞങ്ങൾ ടി വിയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ വിഷമം അവൻ്റെ കൂട്ടുകാരെയും അവൻ്റെ സ്കൂളും ഒക്കെ അവന് വിടേണ്ടി വരുന്നു എന്നുള്ളതായിരുന്നു. എനിക്ക് അമ്മ അങ്ങനെ ആവണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നോട് പറയും. അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ടെൻഷൻസ് ഉണ്ടെങ്കിൽ, അവർക്ക് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരു ബന്ധമാണുള്ളത്. ഞാൻ അവരോട് ചോദിക്കും, ഞാൻ സ്ട്രിക്റ്റ് അമ്മയാണോ? അപ്പോൾ പറയും ഒട്ടുമേ അല്ല എന്ന് പറയും. പക്ഷെ പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. എന്തും പറയാം തിരിച്ചും. അങ്ങനെ. മകളെ എഞ്ചിനീയറിംഗ് ആണോ? എഞ്ചിനീയറിംഗ് 3ാം വർഷമാണ്. അപ്പം അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ടൈം കൂടുതൽ കിട്ടേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൽ ഈ പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും അല്ല 1-2 തവണ ഒരുമിച്ച് യാത്രകൾ അത് ഉറപ്പാക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അപ്പോൾ ചിലപ്പോൾ അവർ പറയും, അമ്മ കാണുന്നത് ഇപ്പോഴാണ്, അമ്മ ഞങ്ങളോടൊന്ന് സമാധാനത്തോടെ വർത്തമാനം പറയുന്നത് കാണുന്നത് ഇപ്പോഴാണ് എന്നവർ പറയാറുണ്ട്.
അപ്പോൾ ആ യാത്രകൾ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കും. പിന്നെ നമ്മുടെ വീട് വളരെ ഒരു കൃഷിയും ഒരു ഗ്രാമീണമായിട്ടുള്ള മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ രീതിയിലുള്ളൊരു ജീവിത രീതി ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒന്നുമില്ല, അവർക്ക് പരാതികളില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഉരുളക്കുപ്പേരി മറുപടി പറയുന്ന ഒരു മിനിസ്റ്ററെ എനിക്ക് തൽക്കാലം വേണ്ടെന്നാണ് വിചാരിച്ചത്. എനിക്ക് ചിരിക്കുന്ന ഒരു വീണ ജോർജിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില സമയം ഇന്തൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ ഇടപെട്ടിട്ട് എന്തൊക്കെയോ അലമ്പ് പറഞ്ഞിട്ടുള്ളത്, ചളി പറഞ്ഞിട്ടുള്ളത്. അതിന് ക്ഷമിക്കുക. മിനിസ്റ്ററോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മിനിസ്റ്റർ കുറച്ചുകൂടെ ചിരിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കുന്ന ഒരു മിനിസ്റ്ററായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്ത്. അതെ അതെ. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ശ്രീ രജനീഷിൻ്റെ ഇൻ്റർവ്യൂസ് കാണാറുണ്ട് കേട്ടോ. അവിടെ തന്നെ ശ്രീ വന്നത് കണ്ടോ? അത് മിനിസ്റ്ററുടെ പദവി ഇരിക്കുന്നതുകൊണ്ടാണ് രജനീഷ്. അത് പോതും. അപ്പോൾ രജനീഷിൻ്റെ ഇൻ്റർവ്യൂസ് കാണാറുണ്ട് യാത്രകളിൽ. എനിക്കിഷ്ടമുള്ളത് ഒരു എന്താണ് ഈ അഭിമുഖങ്ങൾ കാണാൻ, രജനീഷിൻ്റെ അഭിമുഖങ്ങൾ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി ഭയങ്കരമായിട്ട് അതൊരു ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അവരെവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതിലേക്ക് ചെന്നുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു രസമുണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആദരവുണ്ടല്ലോ, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടും അതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ ഒരു ഞാനിങ്ങനെ പൂർണ്ണസമയം ഇരുന്ന് കാണുന്ന ഇൻ്റർവ്യൂസ് വളരെ കുറവാണ്. ഈ മിക്കവാറും കാറിലുള്ള യാത്രകളിലായിരിക്കും നമുക്ക് സമയം കിട്ടുക യൂട്യൂബിൽ. അപ്പോൾ ഞാൻ കാണുന്ന കുറേ ഇൻ്റർവ്യൂസ്, ഇപ്പോൾ സംഗീത സംവിധായകൻ ശ്രീ ശരത്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നല്ല അഭിമുഖമായിരുന്നോ, അങ്ങനെ കുറേ പേരുടെ. അത് രസമാണ്. കോംപ്ലിമെൻ്റ് കിട്ടി, വാങ്ങിച്ചു വെച്ചു. കാര്യത്തിലേക്ക് വരട്ടെ. ഈ മാം വായനയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വായിക്കാൻ സമയം കിട്ടുക എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ വായിക്കാറുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ ഞാനത് വായിക്കാമെന്ന് പറയുന്നതാണ്. അല്ലാതെ എനിക്ക് വായനയൊന്നും ആസ്വദിക്കാനുള്ളൊരു ടൈമില്ലാത്തൊരു പ്രോസസ്സിലൂടെ. അപ്പം മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം. എനിക്ക് ഒന്ന് സദാ ബുക്ക് കൊണ്ട് നടക്കും, പക്ഷേ വായിക്കാൻ പറ്റാറില്ല. എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം, അത്യാവശ്യം റിസർച്ച് വേണ്ടേ. മിനിസ്റ്റർ അടുത്തല്ലേ വന്നിരിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് എപ്പോഴും ആക്ഷേപം കേൾക്കുന്നു, ഒരു പുസ്തകം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അവർ പറയുന്നത് വായിച്ച് തീർക്കുകയോ, അതായത് ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മളൊരു പുസ്തകം തുടങ്ങും, പൂർത്തിയാക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ബുക്ക് മാർക്ക് വെച്ചിട്ട് അവിടെ പിന്നെ ഇത് യാത്രയിൽ കാൽ കയറിയോ ഉണ്ടാവും, യാത്രയിലുണ്ടാവും, എവിടെയെങ്കിലും പോയാൽ പെട്ടിയില്ലാത്ത എടുത്ത് വെക്കും. അപ്പോൾ ഇത് വായിക്കുന്നുമില്ല, ഇത് മാറ്റുന്നുമില്ല, അടുത്ത പുസ്തകം എടുക്കുന്നുമില്ല എന്നുള്ള. അപ്പോൾ ഇത് ഞാൻ വീട്ടിനുള്ളിൽ കേൾക്കുന്നൊരു അതാണ്. ഇപ്പൊ എന്റെ മകൻ പറഞ്ഞാണോ? ഇൻഫർമേഷൻ കിട്ടില്ലേ, മിനിസ്റ്റർ പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ, മിനിസ്റ്റർ എന്ത് ചെയ്താലും നമ്മൾക്ക് അറിയില്ലേ. സത്യമാ. അതായത് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ടോ അല്ലാതെയൊക്കെ പുസ്തകം വാങ്ങിക്കും, പുതിയ പുസ്തകങ്ങൾ കാണുമ്പോഴും. പക്ഷേ നമുക്ക് വായിച്ച് 1-2 പേജ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പിന്നെ അടുത്തൊരു ഇതിലേക്ക് പോകേണ്ടതായിട്ട് വരും, വായിക്കാനായിട്ട് പറ്റില്ല. രാത്രിയും നമുക്ക് സമയം കിട്ടാറില്ല. ഈ ഹൈ കിട്ടുന്നത് ഇപ്പം നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൈ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലർ അപ്രീഷിയേറ്റ് ചെയ്യും, ആ സമയത്തൊരു ഹൈ കിട്ടും. പക്ഷേ സ്ഥിരം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഹൈ കിട്ടില്ല. മാമിന് ചിലപ്പോൾ മുമ്പൊക്കെ പഠിക്കുമ്പോൾ 1-2 പ്രാവശ്യം റാങ്ക് കിട്ടുമ്പോൾ ഹൈ കിട്ടിയിട്ടുണ്ടാവും. സ്ഥിരം റാങ്ക് കിട്ടിയാൽ ഹൈ കിട്ടണമെന്നും ഉണ്ടാവില്ല. അത് പിന്നെ റാങ്കൊക്കെ എനിക്ക് പരിചിതമാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവരും അങ്ങനെ തന്നെ കാണും. എവിടെയാണ് ഇപ്പോൾ ഈ സിനാരിയോയിൽ വന്നതിന് ശേഷം ഹൈ കിട്ടുന്നത്? അതായത് സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഹൈ ആയിട്ട് എനിക്ക് കണക്കൂട്ടാൻ അറിയില്ല. അപ്പോൾ എപ്പോഴായിരിക്കും ഹൈ കിട്ടുന്നത്? ഒന്നാമത് ഈ ആളുകളുടെ റെസ്പോൺസ് അതിനോട് പകരം വയ്ക്കാനൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ടീം എന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിപ്പായുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ടീമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്, അതല്ലാതെ ഉണ്ട്. കാരണം ഇത് നമ്മൾ ഇവോൾവ് ചെയ്യുന്ന ഒരു ഇതാണ് ഉണ്ടല്ലോ. അപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു വലിയ മരണനിരക്കുള്ള മോർട്ടാലിറ്റിയാണ്. അപ്പോൾ കേരളമാണ് ഇതിൻ്റെ ഒരു
ഏറ്റവും കുറച്ച് മരണനിരക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രദേശം, ഭൂപ്രദേശം. അപ്പോൾ ടീമിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ടീമിനുള്ളിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ ഉണ്ടല്ലോ, ഓ അത് ഭയങ്കര രസം. അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഒപ്പമുള്ളതെല്ലാം ഒരു തരത്തിൽ ഭയങ്കര അക്കാഡമിക് ബ്രില്യൻസ് ഉള്ളവരുമാണ്. അപ്പോൾ ടീമിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അത് തീർച്ചയായിട്ടും നന്നായിട്ട്. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർക്ക് ആൾക്കാരുമായിട്ട് ആത്മബന്ധം ഉണ്ടാവും, ഈ ഡോക്ടേഴ്സുമായിട്ടൊക്കെ ആത്മബന്ധം ഉണ്ടാവും, അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ നിലനിർത്തുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. ഇപ്പോൾ ഒരു സംവിധായകൻ സിനിമ ചെയ്യുമ്പോഴാണ് അതിനകത്ത് ക്രിയേറ്റീവായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കോർഡിനേഷനാണ് സത്യത്തിൽ. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക. നല്ല മനുഷ്യരാണ്, ഇവരെയൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒത്തിരി നമ്മൾ ഒരുപാട് കാര്യത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കും പോലെ അവിടെ നിന്ന് ചിലത് വാങ്ങിക്കണം, ഇവിടെ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ കണക്ഷൻസും സ്നേഹവും ഒക്കെ ആണ് ഒരുപക്ഷെ സക്സസ് കൊണ്ടുവരുന്നത്. ഒരു സിസ്റ്റം ഉള്ളപ്പോഴും നമുക്കൊരു നയം ഉള്ളപ്പോഴും ഒക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപക്ഷെ അതുകൂടെ സഹായിക്കുമോ, അത് മാറ്റി നിർത്തിയിട്ടാണോ മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം നമ്മൾ അവരെ വിശ്വസിക്കുന്നു, അവരെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ മാനിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു ലീഡറിൻ്റെ ചുമതല ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭരണ തലത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി മറ്റതിൻ്റെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്, അതിന് കഴിയേണ്ടതുകൊണ്ട്, അതിന് കഴിയുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലീഡർ എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം, പ്രശ്നം പരിഹരിക്കുന്ന വ്യക്തിയായിരിക്കണം, ഏറ്റവും മികച്ച രീതിയിൽ ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടീമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവർ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ്. അത് അവരെ ഞാൻ വിശ്വാസത്തിലെടുക്കും. ഞാൻ അവരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും, അവർ ഡിസ്കറേജ്ഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർ ഞാൻ വിളിച്ചു പറയും, സാരമില്ല, നമുക്കത് ഇതാണ് സത്യം എന്ന് നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ഒട്ടും ഡിസ്കറേജ്ഡ് ആവണ്ട, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയും. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ കരുതുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ BSc MSc BEd ഉള്ളതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് ഗുണകരമായിട്ടുണ്ടാവാം. ഇപ്പോൾ വിദ്യാഭ്യാസം ചിലർക്ക് ഒരു ഗുണവും ചിലത് പ്രശ്നമാണ് ആണല്ലേ, ഇതൊക്കെ അറിയാവുന്നത്. അല്ല, പക്ഷേ സാങ്കേതികത്വമൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവില്ലേ ആദ്യഘട്ടത്തിലൊക്കെ? അത് ഗുണകരമായിട്ടില്ലേ മിനിസ്റ്റർ ആയപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ പഠിച്ച എൻ്റെ വിഷയം ഫിസിക്സ് ആയിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റായിരുന്നു ബയോളജി. ഇതോ കാരണം ഈ 10ാം ക്ലാസ്സിൽ ഞാൻ SSLC സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ രജനീഷ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു ഈ മന്തിൻ്റെ ചിത്രമുണ്ട്, മന്ത് രോഗം. അപ്പോൾ അത് ആ കാലിൻ്റെ ആ രോഗം ബാധിച്ച ഒരാളുടെ, പക്ഷേ എനിക്ക് ആ പേജ് എടുക്കുമ്പോൾ അത് വായിക്കാൻ പറ്റില്ല, എനിക്ക് പടം കാണുമ്പോൾ വായിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് മറച്ച് വെച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ളത്. കാരണം എനിക്കത് നോക്കാൻ ഭയമാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. പഠിച്ചത് ഫിസിക്സ് ആണെങ്കിലും പിന്നീട് ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതായിരുന്നു ഏറ്റവും അതിനു മുൻപ് അങ്ങനെ ഒരു അനുഭവമുണ്ട്. മൃതദേഹങ്ങളിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇട്ടിരിക്കുകയാണ്, ചിലതിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ നിന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ അവിടെ ഞാൻ അതുവഴി പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൽ വ്യത്യസ്തമായി. അപ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചത് ഈ മേഖലയിലെ പ്രവർത്തനത്തെ സഹായിക്കും. ഞാൻ എപ്പോഴും ഡോക്ടേഴ്സിനോടാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, BEd പഠിക്കുമ്പോൾ നമ്മൾ പറയും, ടു ടീച്ച് ജോൺ മാത്സ് യു ഷുഡ് നോ മാത്സ് ആൻഡ് യു ഷുഡ് നോ ജോൺ എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ ഇവിടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് ഒരു രോഗിയെ നമുക്ക് രോഗം ചികിത്സിക്കണമെങ്കിൽ ആ രോഗിയുടെ പശ്ചാത്തല രോഗി എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കണമല്ലോ. രോഗം മാത്രം അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് രോഗിയുടെ മാനസികാവസ്ഥ, മറ്റ് രോഗിയുടെ ഒരു ഇതുകൂടി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ആ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ. പക്ഷെ ഞാനിത് പഠിച്ചത് BEdലാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയെ കണക്ക് പഠിപ്പിക്കണമെങ്കിൽ ആ കുട്ടിയെയും അറിയണം, കണക്കും അറിയണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള
ചില കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പരിപാടിയാണ്. ഈ മിനിസ്റ്റർക്ക് പലപ്പോഴും മാധ്യമങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ജെൻഡർ ഒരു വിഷയമായിട്ട് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ജെൻഡർ ഒരു വിഷയമായിട്ട് ആക്ച്വലി തോന്നിയിട്ടുണ്ടോ? ഈ ആക്രമണത്തിൻ്റെ കാര്യം ജെൻഡർ അല്ല. ജെൻഡർ ഇപ്പോൾ ഈ പൊതുവിൽ ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഉണ്ട്. അപ്പോൾ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരാണെങ്കിലും ഇപ്പോൾ പൊതുവിൽ നമ്മൾ കണ്ടില്ലേ, ഒരു ഈ ആക്ഷേപഹാസ്യങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകളോടുള്ളൊരു പരിഹാസം ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ട്. പുരുഷന്മാർ പറയുന്നതിനേക്കാളും വേറൊരു രീതിയിലാണ് സ്ത്രീ അവതരിപ്പിക്കപ്പെടുന്നത് ആക്ഷേപഹാസ്യ പരിപാടികളിലൊക്കെ. ഈ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ CPM ആയതുകൊണ്ടാണ്. പക്ഷെ പഴയ സുഹൃത്തുക്കളല്ലേ അവരൊക്കെ? മാധ്യമരംഗത്ത് അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടോ? മാധ്യമരംഗത്ത് സൗഹൃദമൊക്കെ ഉണ്ട്. പക്ഷെ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ലെന്നേ ഉള്ളൂ. അല്ല, എനിക്ക് അനുഭവമുണ്ട്. അതായത് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ കോളിംഗ് അറ്റൻഷൻ. അപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലിൽ ഞാൻ ഈ വേതനത്തിലെ വ്യത്യാസമാണ്, അതായത് ഈ സ്റ്റാർ വാല്യൂ ഉള്ള ആങ്കറിങ്ങിലുള്ള ഒക്കെ മാധ്യമപ്രവർത്തകരല്ലാതെ ഉള്ളവർക്കും ഇവർക്കും തമ്മിലുള്ള വേതനത്തിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, വലിയ വ്യത്യാസം. അതെ, ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള. അപ്പം ഞാൻ ഇത് അവതരിപ്പിച്ചു. ഒരു മാധ്യമവും സപ്പോർട്ടില്ല. ഒരു മാധ്യമം സപ്പോർട്ട് ചെയ്യില്ലല്ലോ, കാരണം മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ ഈ വേതനം കൊടുക്കേണ്ടത്. അപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ ബാക്കിയുള്ളവരുടെ നീതിനിഷേധത്തെക്കുറിച്ച് സംസാരിക്കും, ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കും, പക്ഷെ സ്വന്തം സ്ഥാപനത്തിലുള്ള നീതിനിഷേധത്തെക്കുറിച്ച് സംസാരിക്കില്ലല്ലോ. മറ്റൊരു സ്ഥാപനത്തിൽ നീതി നിഷേധം ഉണ്ടെങ്കിൽ വേറൊരു സ്ഥാപനം സംസാരിക്കുമോ? ഇല്ല. കാരണം നാളെ ഇതേ പ്രശ്നം ഇവിടെ ഉയർന്നു വരാമെന്ന് ചിന്തിക്കും. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ മാധ്യമ ലോകത്തൊന്ന് വന്ന് MLA ആയി നിയമസഭയിലെ ആദ്യത്തെ കോളിംഗ് അറ്റൻഷനാണല്ലോ, ബഹുമാനപ്പെട്ട CM മറുപടി പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകരുടെയും സപ്പോർട്ട് കിട്ടിയില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമ ലോകത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക ലോകമാണല്ലോ, അതുകൊണ്ട് എന്നാൽ എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നു. ഇല്ലേ? പക്ഷേ ചില സുഹൃത്തുക്കൾക്ക് ഇല്ലേ ഇതിനകത്ത് ഇപ്പോഴും നമ്മളെ അനുഭവപൂർവ്വം പരിഗണിക്കുന്ന പഴയ സഹപ്രവർത്തകയാണ്, തീർച്ചയായിട്ടും ആക്രമിക്കേണ്ട? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അന്നേരം അവർ പറയും ഞങ്ങൾ നിസ്സഹായരാണ്. ആ ഉത്തരവുണ്ടല്ലോ, നിസ്സഹായരാണ്, ആ ചാനൽ കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് സത്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് വിളി വന്നു എന്ന് പറയും. അപ്പോൾ പക്ഷേ സൗഹൃദങ്ങളിലുള്ളവരൊക്കെ എന്താണ്, പലരും പല ചാനലുകളുടെയും എഡിറ്റോറിയൽ തലത്തിലുള്ളവർ, എഡിറ്റേഴ്സാണ് പലരും. അപ്പോൾ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജൂനിയേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഇതിനകത്ത് സത്യം ഇതല്ലേ, എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും മോളിൽ നിന്ന് വിളി വന്നിട്ടാ, ഇത് സത്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ വേറൊരു മാർഗ്ഗമില്ല, അതുകൊണ്ട് ഇത് കൊടുക്കും. മറ്റിടത്ത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമ്പോൾ ഞങ്ങളിത് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് വഴക്ക് കേട്ടിട്ടാണ് ഞാനിത് കൊടുത്തത്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി കുറേ കൂടി നമ്മൾ പണ്ട് സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് ചില തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ എങ്കിലും സത്യം പറയാൻ കുറച്ചുകൂടെ കഴിയുന്ന ഒരു കാലത്തിലൂടെയല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മാധ്യമം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മാധ്യമം ഒരു വാർത്ത കൊണ്ടുവരുന്നു, അത് സത്യമല്ലാന്ന് കാണിക്കാൻ അതിനേക്കാളും എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും വലുതായിട്ട് വൈറലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത പലപ്പോഴും ചില പരിമിതികളുണ്ടെങ്കിലും അതും ഒരു സാധ്യതയല്ലേ നമ്മുടെ ഇന്നത്തെ മാറുന്ന മാധ്യമങ്ങളുടെ? തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഈ സത്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ്. അതുകൊണ്ടാണ് ഈ പല വാർത്തകളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓഫീസിനെതിരെ വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ആ അഴിമതി ആരോപണം എൻ്റെ PAക്കെതിരെയാണ്. ഒരു 24 മണിക്കൂർ, അതായത് ആദ്യത്തെ ഒരു ഉച്ച മുതൽ വൈകുന്നേരം പുലർന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആരോപണം എനിക്ക് നേരെയായി. മന്ത്രി അറിയാതെ ഇത് സംഭവിക്കില്ല, മന്ത്രി ഉത്തരം പറയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴും എൻ്റെ PAയുടെ പടം ഉണ്ട്. ഇവരുടെ ന്യൂസ് ചാനലുകളുടെയൊക്കെ സ്റ്റോറീസിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നീതി നിഷേധമാണ്. ആ PA അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിഞ്ഞിട്ട്. അപ്പം ഇത് നമുക്ക് സത്യം പറയാനുള്ള സ്പേസ് പലപ്പോഴും, ഞാൻ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ എഴുതുന്ന തെറ്റിനെതിരെ പലപ്പോഴും സത്യം എന്താണെന്ന് എഴുതുന്നത് സമൂഹ മാധ്യമത്തിലൂടെ, പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് സ്പേസ്, അതിനുള്ള സമയം കിട്ടത്തില്ല. നമ്മളുടെ ജോലി ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ ഈ ഓരോ കാര്യത്തിനും ഇങ്ങനെ നമുക്ക് സമൂഹ മാധ്യമത്തിലൂടെ വന്ന് പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു
അനന്തമായ സ്പേസാണ് ഇത്, സത്യം പറയുന്നതിന് വേണ്ടിയുള്ള സ്പേസാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അതെ, അത് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് നടത്തുന്നത്. ഈ TV നൂവിലാണ് തോന്നുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ ആവുന്നത്. പക്ഷേ ഇന്ത്യ വിഷനിൽ തുടങ്ങിയിട്ട് ആ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റിപ്പോർട്ടറിലൊരു ടൈമിൽ നികേഷ് സാറിന് സമയമില്ലാത്ത സമയത്തൊക്കെ ഈ മുഖം കണ്ടു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇയാൾ കുഴപ്പമില്ല, ആ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ചർച്ചകൾ, നമ്മളിന്ന് അന്തി ചർച്ച എന്ന് കളിയാക്കുന്ന ചർച്ചകൾ എന്ന് കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അവിടെ നിന്നിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കുറേ ഗസ്റ്റുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല, ലൈവാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. യൂട്യൂബ് ഇടുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈവ് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനത്രയും പഠിത്തം വേണം. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഹോംവർക്ക്? ഇന്നത്തെക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായ സാഹചര്യമാണല്ലോ. ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏത് ഇൻഫർമേഷനും നെറ്റിൽ നിന്ന് തന്നെ കിട്ടാവുന്നൊരു സാധ്യത ഉണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം കൈരളിയിലാണ് ജോലി. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ഡെസ്കിലായിരുന്നു അന്ന്. അതുപോലെ PG ലോകത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിരുന്നു പാർവതി ചേച്ചി. PGയുടെ മകൾ പാർവതി ചേച്ചി പ്രൊഡ്യൂസറും ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറുമായിരുന്നു. ഈ അന്ന് നമുക്ക് ആകെ ആശ്രയം ഈ ന്യൂസ് ഫീഡുകളാണല്ലോ, റോയിട്ടേഴ്സിൻ്റേത്, പിന്നെ അല്ലാതെയുള്ളത്. അല്ലാതെ നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യം തന്നെ ഒരു സിസ്റ്റത്തിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, എല്ലാവർക്കും ആക്സസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്ക് അവിടെ നിന്ന് നമ്മൾ കുറേ ദൂരം മുന്നോട്ട് വന്നു. ഒരു ലൈവ് ഡിസ്കഷനിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് വന്നപ്പോഴും ഇതേ പ്രശ്നത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് പൊടുന്നനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന സാഹചര്യത്തിലല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വായന അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ തന്നെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും, അത് സൂക്ഷിക്കും. പിന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കൂടിയുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ആ ചർച്ചകളെ നയിക്കുന്നത്, അത് റിപ്പോർട്ടറിൻ്റെ പ്രത്യേകത അന്ന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ അന്ന് എനിക്ക് അനുപമയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് അത് ലീഡ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അതിനകത്തൊരു കൗതുകം കൂടെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ എങ്ങനെയായിരുന്നു അതങ്ങനെ കൈകാര്യം ചെയ്തിരുന്നത്? ഞാൻ അതിലൊന്ന് വിയോജിക്കട്ടെ. എന്താ സ്ത്രീകൾക്ക് അത് നടത്താൻ പാടില്ല? അല്ലല്ല, അന്നത് പുതുമയായിരുന്നു, അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ചില വാർത്താവതാരകരെ കുറിച്ച് പറയുന്ന സമയത്ത്, ഇപ്പോൾ ഷാനിയെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ, ഷാനി മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണെന്ന് നോക്കുക. കൊമ്പന്മാർ ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ ഷാനി അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷാനിയുടെ രജനീഷ് പറഞ്ഞ ഇതിൽ ഒരിക്കലും ഒരു അനുഭവം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഈ ലൈവിൽ ഗസ്റ്റുകളെ വിളിക്കുമ്പോൾ നമ്മൾ തന്നെ ഇന്ത്യ വിഷനിലൊക്കെ നമ്മൾ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവിടെ നമുക്ക് അങ്ങനെ ഒരു PRO ഇരുന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഇത്ര മണിക്ക് വരണം ഇല്ല, നമ്മൾ തന്നെ വിളിച്ചിട്ട്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ ഗസ്റ്റ് വരും എന്നുള്ളത് കൊണ്ടും നമുക്ക് തന്നെ വിളിക്കുന്നതാണ് അവർ വരും എന്ന് ഉറപ്പാക്കാൻ നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് ഈ സ്ത്രീകളെ സംബന്ധിച്ചൊരു മുൻവിധി കൂടിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓവർ ഹിയർ ചെയ്യുക. ഞാൻ ഗസ്റ്റുകളെ വിളിക്കുമ്പം പറയാം, ഇന്നത്തേക്കുള്ള ചോദ്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. അപ്പോൾ സ്ത്രീ സംസാരിക്കുമ്പോൾ, സ്ത്രീ ചോദ്യം ചോദിക്കുമ്പോൾ, സ്ത്രീ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരോ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണെന്നുള്ളൊരു മുൻവിധി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ത്രീകൾ ഈ പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ മാധ്യമ രംഗത്ത് ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാൽ ആ ഒരു ഘട്ടത്തിലെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഓർത്തു പോയത്. ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV ഞാൻ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങൾ ഈ വീട് പുതുക്കി പണിയുന്ന സമയമാണ്. അപ്പം ഞാനൊരു ബ്രേക്ക്, ഇന്ത്യ വിഷനിൽ വലിയ സമരം നടക്കുന്നു, നമുക്ക് ശമ്പളം കിട്ടാതെ 6 മാസത്തിലധികം ശമ്പളം കിട്ടാതെ ഉള്ള അവസരം ഉണ്ടായി. എയറിൽ തന്നെ മാധ്യമപ്രവർത്തകരിങ്ങനെ ഞങ്ങൾ സമരത്തിലേക്ക് പോവാണ് എന്ന് അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണ്. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ റിപ്പോർട്ടറിൽ എന്തായാലും ശ്രീ MV നികേഷ് കുമാർ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ പക്ഷെ അപ്പോഴാണ് നമ്മുടെ കുറേ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ കൊളളക്കം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്തു. അതായത് ഞാൻ ഇലക്ഷൻ സമയത്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ ജോയിൻ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇലക്ഷൻ ആയപ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ഡെസ്കിലുണ്ട്. അപ്പോൾ ഡെസ്കിലുള്ളപ്പോൾ നമുക്ക് 1.5 മാസം കേരളത്തിലെ ഇലക്ഷൻ്റെ ക്യാമ്പയിന് വളരെ ദൈർഘ്യമേറിയ ക്യാമ്പയിനാണ്. അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? ഈ 140 നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ റിപ്പോർട്ടേഴ്സ് വേണം, ക്യാമറ വേണം,
മറ്റ് സൗകര്യങ്ങൾ വേണം. അപ്പോൾ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി, റിപ്പോർട്ടറിനെ പോലെയുള്ള ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ പണം ഇവിടുന്ന് കണ്ടെത്തും. അപ്പം നമ്മളെല്ലാം ഇത് കണ്ടിട്ട് ഇതെന്താ ഇനി ചെയ്യുക, ഇത്രയും നമ്മൾ പണം കണ്ടെത്തണമല്ലോ എന്ന് വെച്ച് നമ്മുടെ ഇലക്ഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അങ്ങനെയാണ് 2016 എൻ്റെ ഒരു അനുഭവം. അതിന് ശേഷമാണ് പിന്നീട് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ഹോസ്പിറ്റലുകൾ എല്ലാം നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോൾ കാത്ത് ലാബ്സ് എല്ലായിടത്തും വരണമെന്ന്, ജില്ലകളിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശൈലി ആപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രചാരത്തിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഈ പണി വേണ്ട എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഭയങ്കര സ്ട്രെസ് വരുന്ന സമയത്ത് എനിക്ക് ഈ പണി വേണ്ട? ഒരിക്കലല്ല. കോവിഡിൻ്റെ 2ാം തരംഗത്തിലാണ്, തുടക്കത്തിലാണ് വരുന്നത്. മിനിസ്റ്റർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് 35,000 രോഗികൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു ചാർജ് ഏറ്റെടുക്കുമ്പോൾ. അതെ, അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും രോഗികളുണ്ടായിരുന്നു. ഒരു മെയ് മാസം ആദ്യം വരെയുള്ള കണക്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 5,000-ഓളം ഡെത്ത്. അപ്പോൾ ശരിക്കും ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 1 വർഷം കോവിഡാണ്. അന്ന് ആദ്യ വേവിൻ്റെ സമയത്ത് നമുക്ക് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ പൂർണ്ണമായിട്ടും. പക്ഷേ 2ാം വേവിൻ്റെ സമയത്ത് നമ്മൾ ലഭിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇനി അടച്ചിടാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ട് സ്തംഭിച്ചു പോകും, സാമൂഹികമായിട്ട് സ്തംഭിച്ചു പോകും. അപ്പോൾ ഇനി അടച്ചിടാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? അപ്പോൾ മൈക്രോ കണ്ടെയ്ൻമെൻറ്റിലേക്ക് പോയി. അതായത് എവിടെ ഏറ്റവും കൂടുതലുണ്ടോ ആ ഭാഗം മാത്രം ഇത് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു. പിന്നെ വാക്സിനേഷൻ കൊണ്ടു. മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ആകെ കോവിഡേ ഉള്ളൂ, വേറൊരു സർജറി നടക്കുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റ് സർജറികൾ നടക്കണമായിരുന്നല്ലോ. അപ്പോൾ ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്കും നമുക്ക് 2ഉം കൂടെ ഓപ്പൺ ചെയ്തു. ഒന്ന് ഇലക്റ്റീവ് സർജറി, മറ്റേത് കോവിഡിൽ തന്നെ സർജറി വേണ്ടി ആവശ്യമായിട്ടുള്ളവർ. അതിനുശേഷം ഒരു 2ാം വേവ് ഒരു നവംബർ വരെ നീണ്ടു 2021. പിന്നെ ജനുവരി ആയപ്പോൾ 3ാം വേവ് തുടങ്ങി, ഒമിക്രോൺ. ഒരു ദിവസം 45,000 ഒക്കെ ആയി. ഈ 2ാം വേവ് ആയിരുന്നു ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ളത്, ഡെൽറ്റ. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ മാതൃമരണ നിരക്ക് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് 19 നമ്മൾ. അതിൽ ഇപ്പോൾ ശിശുമരണ നിരക്ക് നോക്കിയാലും നവജാത ശിശുമരണം നോക്കിയാലും നമ്മൾ ഏറ്റെടുത്തതിനേക്കാളും ബെറ്ററായിട്ടുള്ള പൊസിഷൻസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡയാലിസിസ് ഉള്ള താലൂക്ക് ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം നോക്കിയാൽ അതിന് ഒരു 25 കൂടിയാണ് ശേഷിക്കുന്നത്. 107 താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മാത്രം ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോ കാര്യം നോക്കിയാലും അതുപോലെ ഇതിനൊരു ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഒരു മോഡേണൈസേഷൻ കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം റോബോട്ടിക് സർജറി, പിന്നെ റോബോട്ടിക് സൊല്യൂഷൻസും AI ഒക്കെ ഉപയോഗിച്ചുള്ള GITR പോലുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് കൊടുക്കുമ്പോൾ ഇത് ചിലപ്പോൾ തീർന്നു പോകുമല്ലോ. ഇപ്പോൾ ഇനി നമ്മൾ നഴ്സിനെ വിളിക്കാൻ ഓടണ്ട, ചിലപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവും, ബൈസ്റ്റാൻഡർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് ഉടനെ തന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയും. അത് ട്രിപ്പോ എന്നൊരു സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ എല്ലാ ഹോസ്പിറ്റൽസിലും. അത് പക്ഷെ പലർക്കും അറിയില്ല, അതൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ ഞാൻ വെളുപ്പിന് 5 മണിക്ക് പോകണ്ട, ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ സമയത്ത് പോയാൽ മതി. അപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ഹെൽത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും റെക്ടിഫൈ ചെയ്ത് പോകുന്നുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഒരു മോഡേണൈസേഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ചിലവേറിയിട്ടുള്ള ഇപ്പോൾ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, അത് നമുക്ക് മലബാർ ക്യാൻസർ സെൻ്ററിൽ ഉൾപ്പെടെ നമുക്ക് സാധ്യമാക്കി. ഇപ്പോൾ ഒരു വിക്റ്റിമായിട്ടുള്ളൊരു കുഞ്ഞ് നമ്മുടെ ഹോമിലായിരുന്നു, ക്യാൻസർ ആയി. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ 20 ലക്ഷം 25 ലക്ഷം രൂപ പറഞ്ഞു. അപ്പോൾ നമ്മൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ ഡെവലപ്പ് RCCയിലും ആയിട്ടുണ്ട്, മലബാർ ക്യാൻസർ സെൻ്ററിൽ ഡെവലപ്പ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അവിടേക്ക് റെഫർ ചെയ്തു. ആ കുഞ്ഞിന് അവിടെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. ഇപ്പോൾ ഈ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും MCCയുമായിട്ടൊരു MOU വെച്ചുകൊണ്ട് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് തുടങ്ങിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒത്തിരി വില കൂടിയ ശസ്ത്രക്രിയകളൊക്കെ സർക്കാർ സംവിധാനങ്ങളിലൂടെ നടത്തുന്നുണ്ട്. അതാണ് കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ നേരത്തെ മെഡിക്കൽ കോളേജിലാണ്, ഇപ്പോൾ നമ്മൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്താനായിട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആധുനികവൽക്കരണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമെങ്കിലും ഇതേ മാധ്യമ പ്രവർത്തകരുടെ റെക്കമെൻഡേഷനിൽ എത്രയോ ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ
അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമല്ല, സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ മെഡിക്കൽ കോളേജിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നുണ്ട്. അതിന് 2 ദിവസം മുൻപ് ഒരു ജേർണലിസ്റ്റ് വിളിച്ച് നന്ദി അറിയിച്ചു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇത്രയും മാറ്റമുണ്ടായി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹെൽത്ത് ഹബ് എന്നുള്ള നിലയിലേക്ക് കേരളത്തെ ഒരു ഹെൽത്ത് ഹബ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെന്താണ് പൂർത്തീകരണത്തിലേക്കാവുന്നു. കൂടുതൽ കുറ്റമറ്റതായ രീതിയിൽ ആ കാര്യത്തിൽ പോട്ടെ. വ്യക്തിപരമായി ഒരുപാട് സമയമൊക്കെ കുടുംബത്തിൽ കൂടെ കിട്ടാനുള്ള ഒരു കാര്യം കൂടെ നടക്കട്ടെ. വർക്കഹോളിക്കാകാതെ കുറച്ചുകൂടെ സമയം നമുക്ക് വേണ്ടി കണ്ടെത്തി. ഹരീഷ് പറഞ്ഞത് ശരിയാ, അവിടെ നമ്മൾ തുടങ്ങി. അതെ, ഹരീഷിന്റെ വാക്കുകൾ ശരിക്കും മന്ത്രിയുടെ ആരോഗ്യം കൂടെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ശരിയാണ്. അപ്പൊ ശൈലി ആപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 3-ാം വർഷത്തിലേക്കാകുന്നു. ശൈലി ആപ്പ് രൂപീകരിച്ചിട്ട് 3-ാം വർഷ എന്താണ് സർവേയിലേക്ക് പോകുന്നു. പിന്നെ കുടുംബം ഒപ്പം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അറിയാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങൾ ഓഫീസിൽ തന്നെ, വീട്ടിലേതായിട്ടുള്ള സ്പേസും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പൊതുവിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അത് കുടുംബം വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മക്കളും ഹസ്ബൻഡും പരസ്പരം ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ എൻ്റെ സ്പേസ് തന്നെയായിട്ട് കണ്ട് അങ്ങനെ അംഗീകരിക്കുന്നു. അങ്ങനെ സുന്ദരമായി പോട്ടെ. താങ്ക് യു. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇറിറ്റേറ്റഡ് ആവാതെ ക്ഷമ കാണിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. The flavor of India, packed with love. Firas Spices.